ഹലോ ഫ്രണ്ട്സ്, മിഷിഗണിലെ വെതറൊക്കെ മാറിയിരിക്കുകയാണ്. നമ്മൾ ഏർലി സ്പ്രിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. ഏർലി സ്പ്രിങ്ങിൽ ചെയ്യുന്ന ചില പണികളാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കുന്നു. റോസസ് ഒക്കെ മുളച്ചു തുടങ്ങി. അത് ഏർലി സ്പ്രിങ്ങിൽ തന്നെ അത് പ്രൂൺ ചെയ്ത് വിടണം. എന്നിട്ട് അതിന് ആവശ്യമുള്ള ഫെർട്ടിലൈസറൊക്കെ കൊടുക്കണം. ഞാനിത് പ്രൂൺ ചെയ്യാൻ പോവുകയാണ്. ഈ വിധത്തിലാണ് ഇത് മുളച്ചു വന്നിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ മുളയും നമുക്ക് ആവശ്യമില്ല. കുറച്ച് കട്ട് ചെയ്ത് കളയാൻ പോവുകയാണ്. പ്രൂൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് താത്ത് വെട്ടുക, തീരിക്കുക. ഇതൊരു നീളമുള്ള കമ്പാണ്. ഉണങ്ങിയതല്ല, ഉണങ്ങിയതുപോലാണ് ഇരിക്കുന്നത്. ഉണങ്ങിപ്പോയ ചില കമ്പുകളൊക്കെ ഉണ്ട്. അത് ചുവട്ടിൽ നിന്നാണ് ഇങ്ങനെ നല്ലതുപോലെ വെട്ടിക്കളയണം. എല്ലാ ഉണങ്ങിയ കമ്പും ഇങ്ങനെ വെട്ടിക്കളയുന്നതാണ് നല്ലത്. വിൻ്ററിൽ ഡാമേജ് ഉണ്ടാകാതിരിക്കാനായിട്ട് കുറച്ച് മൾച്ചൊക്കെ ഇട്ടിരുന്നു. ഇപ്പോൾ ഈ മൾച്ചൊക്കെ ഒന്ന് മാറ്റി കുറച്ച് കമ്പോസ്റ്റും മറ്റ് ഫെർട്ടിലൈസറും ഇടാൻ പോവുകയാണ്. മൾച്ചൊക്കെ ഈ റോസയുടെ മൂട്ടിൽ നിന്ന് കുറച്ച് മാറ്റിയിടണം. എന്നിട്ട് വേണം കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാൻ. ഈ ബോൺ മീൽ കുറച്ചിടുന്നുണ്ട്. പിന്നെ ഇത് കമ്പോസ്റ്റാണ്, അതും കുറച്ചിടും. ഇത് എഗ്ഷെല്ല് പൊടിച്ചതാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. മുട്ടയെടുക്കുമ്പോൾ അതിൻ്റെ ഷെല്ല് കളക്ട് ചെയ്ത് വെച്ചിരുന്ന് ഉണങ്ങിയപ്പോൾ അത് പൊടിച്ചെടുത്തതാണ്. ഗ്രൈൻഡറിലാണ് പൊടിച്ചത്. ഇടാൻ പോവുകയാണ്. കുറച്ച് മാത്രം ഇട്ടാൽ മതി, ഒത്തിരി ഒന്നും ഇടണമെന്നില്ല. മൂട്ടിൽ നിന്ന് കുറച്ച് അകലെയായിട്ട് ഇങ്ങനെ വെതറി കൊടുക്കുക. ഇത് ബോൺ മീലാണ്, അതുകൂടെ കുറച്ചിടുന്നു. ഇട്ടതിന് ശേഷം അതൊന്ന് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കമ്പോസ്റ്റാണ്. ഏത് ബ്രാൻഡ് വേണേലും ഉപയോഗിക്കാവുന്നതാണ്. ഇതും അതിൻ്റെ മൂട്ടിലേക്ക് നല്ലതുപോലെ ഇട്ട് കൊടുക്കുക. കമ്പോസ്റ്റ് ഇട്ടതിന് ശേഷം ആ മൾച്ച് ഇങ്ങനെ അതിൻ്റെ മൂട്ടിലേക്ക് നീക്കിയിടുക. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുക. നനയ്ക്കുന്നത് അത്യാവശ്യമാണ്.